ആക്രമിച്ചെന്ന പരാതിയിൽ ബിജെപി തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെതിരെ കേസ്. വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് മതിലകം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രൂരമായി മർദ്ദിച്ചുവെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമാണ് ഭാര്യയുടെ പരാതി. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ലെവിൻ കെ വിജയൻ തൃശൂരിൽ നിന്നും ചേരുന്നു. ലെവിൻ, വിശദാംശങ്ങൾ. ബിജെപിയുടെ തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെതിരെയാണ് മതിലകം പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രീകുമാറിന്റെ ഭാര്യയുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിൽ വൈകിയെത്തി എന്ന് പറഞ്ഞ കാരണം കൊണ്ട് യുവതിയെ ക്രൂരമായി മർദ്ദിക്കുകയും തല ഭിത്തിയിലിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് FIRൽ രേഖപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരവും പരാതിക്കാരിയുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിന്റെ പ്രകാരവും ക്രൂരമായ ഗാർഹിക പീഡനമാണ് ഇവർ നേരിട്ടത് എന്നുള്ളതാണ്. നിരവധി തവണകളിലായി ഇത്തരത്തിൽ ശ്രീകുമാറിന്റെ ഭാഗത്തു നിന്നും പല തവണകളിലായി ക്രൂരമായ മർദ്ദനം ഈ യുവതിക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ് പരാതി. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പരാതി പറഞ്ഞെങ്കിലും പോലീസ് നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി, അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്ത വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ ഘട്ടത്തിൽ പോലീസ് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് യുവതി ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച് അവശയായതിനെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ആ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നിന്നും പോലീസിന് ഇൻറ്റിമേഷൻ പോവുകയും ഇൻറ്റിമേഷൻ പോയി മൊഴിയെടുത്ത് ഒരു ദിവസം കൂടി വൈകിയാണ് ഇവർക്ക് മൊഴിയെടുക്കാൻ പോലീസ് എത്തിയതെന്നും ഉള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും പോലീസ് ഇപ്പോൾ മൊഴിയെടുത്ത് ഇത്തരത്തിൽ യുവതിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വഴിതടയൽ, വധശ്രമം, അതോടൊപ്പം തന്നെ മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 7 വർഷം വരെ പരമാവധി തടവ് ലഭിക്കാവുന്ന BNS 110 വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ശ്രീകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഗാർഹിക പീഡനത്തിന്റെ വകുപ്പുകൾ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ആരോപണവും പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. നേരിട്ട് പോലീസിന് പരാതി മൊഴിയായി നൽകുകയായിരുന്നു. മുൻപും പലതവണ ഇത്തരത്തിൽ ശ്രീകുമാറിന്റെ ഭാഗത്തു നിന്നും ഈ യുവതിക്ക് ക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് അവർ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ബിജെപിയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ്, ബിജെപിയുടെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട മുഖമാണ്. അദ്ദേഹത്തിന്റെ എതിരെയാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണവും ഒരു വശത്ത് ഉണ്ട്. ഏതായാലും ശ്രീകുമാറിനെതിരെ പോലീസ് FIR ഇട്ട് കേസെടുത്ത സ്ഥിതിക്ക് എന്താകും തുടർ നടപടി എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.